അവനോട് വേട്ടയാട് വിളയാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ചൂണ്ട കുരുക്കാനുള്ള പരിപാടി നടക്കുന്നില്ല. കേട്ടോ, നമ്മൾ ചെമ്പല്ലിനെ ഒരു ചൂണ്ടയിൽ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. വാല ചൂണ്ട കോർത്തിട്ടിരിക്കുക. പക്ഷെ അതിൻ്റെ പറ്റയെ കൊണ്ട് പോയി അവൻ്റെ മുട്ടിയിലെന്ന് പോയിട്ട് അവനത് മനസ്സിലായി. കണ്ട, നമ്മൾ ഓർത്തിട്ട ചെമ്പല്ലിയാണ് കിടന്ന് കിടക്കുന്നത്. പക്ഷെ അതിന് സംഭവം മനസ്സിലായി. നൂല് കണ്ടപ്പം ഇത് കെണിയാണെന്നുള്ളത്. അത് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. ഇട്ടിട്ടുണ്ട് ഇവിടെ ആ വലയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. എന്തോ മുന്നേറ്റം നടക്കുന്നുണ്ട്. ഇത് ചെറുതാണ്, മറ്റേത് വലുതാണ്. അങ്ങോട്ട് വന്നു എന്തോ ഇവിടെ ഒരു വരാനിലേക്ക് അതിന് പിടിക്കാനുള്ള പരിപാടിയാ. ഇവൻ എന്റെ പതിയനെ അവിടെ നിൽക്കുന്നത്. അവിടെ അവൻ നിൽപ്പുണ്ട്. അവൻ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് കയറുക. അതിനെ പിടിക്കാനുള്ള പരിപാടി ഞാൻ. മുപ്പല്ലി ഇതുണ്ട്. നമ്മുടെ ഒരു വൈഫിന്റെ കസിനാണ്, സനീഷ് എന്നാണ് പേര്. ഇതിനൊക്കെ ഈ പരിപാടിക്ക് നല്ല വിദഗ്ധനാണ്. ഇത് കുട്ടനാട്ടിലെ ചതുർത്ഥിയാഗിരി, മങ്കമ്പ് ചതുർത്ഥിയാഗിരി ഭാഗമാണ്. ഇവിടെ രണ്ടാം കൃഷി ഇല്ലാത്ത കാരണം മഴ സമയത്ത് നിൽക്കുമ്പോഴും വെള്ളമായിരിക്കും. നല്ല മഴയുള്ളപ്പം പാടത്തൂടെ കയറുന്ന വെള്ളമാണ്, ആറ്റിൽ നിന്ന് വരുന്ന വെള്ളമല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മഴ സമയത്ത് വെള്ളം വരാതെ എല്ലാവരും വീട്ടിൽ നിന്ന് പോകാതെ ഞങ്ങൾ ബ്ലഡ് ആസ്വദിക്കാനായിട്ട് ഇങ്ങോട്ട് വരും, വൈറ്റ് ഹൗസിലേക്ക് വരും. ഇങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങൾ കിട്ടും. ഇപ്പോൾ അറിയാമല്ലോ, 3-4 വർഷമായിട്ട് വെള്ളപ്പൊക്കം ഓഗസ്റ്റിലാണ് കൂടുതൽ വരുന്നത്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെ പൊതുവെ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ആദ്യം തൊട്ട് തന്നെ വെള്ളം കയറുന്നത്. നമുക്ക് വലയൊന്ന് പൊക്കി വെക്കാം. അവൻ ചാടുവാണെങ്കിൽ ചിലപ്പോൾ ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. 2 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ വലിയവനെയാണ് ലക്ഷ്യം വെക്കുന്നത്. 2 ദിവസം മുമ്പ് ഇതിനെക്കാട്ടി കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇച്ചിരി കുറഞ്ഞതാണ്. അടി നോക്കിയാൽ അടി കൊണ്ട് അന്ന് അത്രയും പോക്കും അടി മണ്ണി ആശാനായിട്ട് കുത്തു കൊണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കൂടെ ഗ്യാപ്പിലൂടെ അവൻ വിദഗ്ധനെ ചാടിയെന്ന് തോന്നുന്നു. അവൻ ആയാലും കയറിയിട്ടില്ല. അതിന്റെ അകത്തുണ്ട്, അത് താഴെ ഇടാതെ. 2 എണ്ണം ഉണ്ടോ? എത്ര ദിവസമായെന്നറിയാവോ? 2 എണ്ണം ഉണ്ട്. അയ്യോ, താഴെ വരാലിനെ പിടിച്ചിരിക്കുകയാണ്. പിടിച്ചത്
അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അവസാനം. കൊറേ ചെമ്പല്ലിലേക്ക് തിന്ന അവസാനം. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ആദ്യം കണ്ട ആ വലിയ വരാനല്ല, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുതിനെ